സൂര്യനാഥം മുഖപ്പിൽ കാണുന്ന ചിത്രം 3 മത ആരാധന രൂപം കൊടുത്തത് കണ്ടാൽ അതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നത് 3 മത ചിഹ്നം ഭാരതത്തിൽ ആര് ഉൾക്കൊണ്ട് അതിനെ ഏശാതെ നടക്കുന്നവർക്ക് സൂര്യനാഥം പറയുന്നത്. ഭാരതി 2 വിശ്വസിച്ചാലും കേൾക്കുന്നവർ വിശ്വസിച്ചില്ലെങ്കിൽ സത്യത്തിന് ലോകർ എതിർത്താൽ സത്യം എതിരാകുമോ? സത്യം ആഡംബരമല്ല, സംഗീത സ്വരച്ചിട്ട പോലെ തത്വം നിറഞ്ഞത്. അത് ഓരോരോ തരത്തിൽ നിന്ന് ഒരു തരം ആവുന്നത് ആരിലും അടിമയല്ല. സത്യം പറയുന്നതിലും അങ്ങനെ തന്നെ. മലർന്നു നോക്കിയാൽ വാനം, അമഴ്ന്നു നോക്കിയാൽ ഭൂമി. ഇടതടവില്ലാതെ കാണുന്നത് പോലെ സത്യം ആർക്കും വളയാതെ നേരെ പറയണം. അതാണ് സത്യം. സത്യം എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. തമിഴിലിരുന്ന് പറയുന്നത്. ഭാരതി 2 പറയുന്നത് 1890 കാലഘട്ടം കുള്ളച്ചാമി ദൈവം പറഞ്ഞത് 1. ഇത് 2ലും പറയുന്നത് പൊക്കണം ഏറ്റി വൃത്തിയില്ലാതെ നടന്നു വരുന്നത് ഭാരതി കണ്ടു വീണ്ടും കുള്ളച്ചാമി ദൈവത്തിന്. ഭാരതി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത്. ഭാരതി ധ്വനി വിദ്യ തമിഴ് നേടിയതിൽ ജാതി വിട്ടു മനുഷ്യനായി. സംസ്കൃതവും പാണ്ഡിത്യം നേടിയ വ്യക്തി പഠിച്ചതിൽ മനുഷ്യനാണ് ദൈവം ആയ വഴികളെ അക്ഷരം പറയുന്ന ധ്വനിസ്വര വിദ്യ നേടിയതിൽ മനസ്സിലാക്കിയതിൽ കേട്ടറിവിൽ അന്നത്തെ കാല അനുഭവം. അഷ്ടാംഗയോഗം ശീലിച്ചവർ ആഹാരത്തീറ്റയില്ല, ശരീരനാറ്റം എടുക്കുവാൻ കുളിയും തേവാരമും ഇല്ല. ഭാരതിക്ക് ആ കാലം അറിയാം. കുള്ളച്ചാമി ദൈവത്തിൻ്റെ അടുത്തു എത്തി. നാറ്റമില്ല, അഴുക്ക് ഉള്ള ശരീരത്തിൽ. ദൈവമേ, ഇങ്ങനെ കയറ്റി നടക്കണോ അഴുക്ക് തുണികളെ എന്ന് ചോദിക്ക യഥാർത്ഥ സങ്കടഭാവം ഭാരതി മുഖത്തിൽ അനുഭവിച്ചത്. ദൈവമാവുന്ന മനുഷ്യ ശരീരം അനുഭവ വേദനയെ ഉൾക്കൊണ്ട് ഭാരതി കുള്ളച്ചാമി ദൈവത്തിനോട് ചോദിക്ക. കുള്ളച്ചാമി ദൈവം ഭാരതി മുഖം നോക്കി മൊഴിഞ്ഞു, വായ തുറന്നു അരുൾ ഉപദേശം. നിനക്ക് ഉള്ളിൽ അഴുക്ക്, അത് മാറിയാൽ എന്നെ പോലെ നീയും എന്ന് പറഞ്ഞു. അഴുക്ക് തുണികളെ കൊണ്ട് നടന്നു നീങ്ങി ആ ഒറ്റ വാചകത്തിൽ കൂടി. ഭാരതിക്ക് മനസ്സിലായി അതിൻ്റെ അനുഭവങ്ങൾ ഇന്നത്തെ മതപഠന അനുഭവം അല്ല അന്ന് ഉള്ളത്. ഇത് ഭാരതി കവിതയിൽ ഭാരതി 66 വായിച്ചത്. ഭാരതി ഇവിടെ എടുത്ത് മലയാളത്തിൽ പറയുന്നത് ദൈവത്തിനോട് ചോദിച്ചിട്ടാണോ ഓരോരുത്തരും ജനിച്ചു എന്ന വാക്ക്. ഇത് ലോകത്തിൽ ഓരോരുത്തർക്കും ഉത്തരം പറയാം. സത്യം അസത്യം അവരുടെ അറിവിൽ ഉള്ളത്. ഭാരതി താമസിച്ചു വരുന്ന ഉടമയോട് മനസ്സിൽ ഉള്ളതിനെ തുറന്ന് പറഞ്ഞു വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല എന്ന്. അത് കേട്ട് ഉടമ, എൻ്റെ അച്ഛൻ എഴുതിയ സംസ്കൃത രാമായണം ഉണ്ട്, തമിഴിൽ പരിവർത്തനം ചെയ്ത് തരാവോ? ഭാരതി പറഞ്ഞു, അതിനെന്താ, തമിഴും അറിയും സംസ്കൃതവും അറിയും എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ താരതമ്യം ചെയ്തു വരുമ്പോൾ ഉടമ ഭാരതിയോട് സുഖജീവിത തത്വങ്ങൾ പറഞ്ഞു. ഭാരതിയോ
ഭാര്യാബന്ധം, അറിവിൻ്റെ ബന്ധം എല്ലാം ഒഴിവാക്കി ഇവിടെ നിൽക്കുന്നത്. അനുഭവം ഭാരതിക്ക് അനേകമുണ്ട്. ഭാരതി ആ ചോദ്യത്തിന് പലതും കേട്ടുകഴിഞ്ഞ് ദൈവത്തിനോട് ചോദിച്ചിട്ടാണോ ജനിക്കുന്നത് ഓരോരോ ജീവനുകളും? അതിൽ മനുഷ്യർ ആണും പെണ്ണും ഇണയുന്നത് അവരുടെ ശരീര സുഖം നേടുവാൻ, കാമം. അതിന് കല്യാണം കഴിക്കുന്നതിൽ ഉണ്ടാവുന്ന മക്കൾ കാമത്തിൻ്റെ വിത്തല്ലേ ശരീരം. രണ്ട് ശരീരം സുഖം കാണുന്നതിൽ ജനിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ദൈവം വ്യക്തിയാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ജനിക്കുന്നവർ ദൈവത്തിനോട് ചോദിച്ചിട്ടാണോ ജനിക്കുന്നത്? പല വകയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉടമയോട് ചോദിച്ചു, ഇങ്ങനെ ചിന്തിച്ചാൽ എന്ത് മറുപടി നൽകും? ഉടമ കുറേ സമയം ആലോചിച്ചു. ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് പുതുമ എനിക്ക്. സത്യം മനസ്സിലാക്കിയാൽ മക്കളെ ഉണ്ടാക്കുന്ന അച്ഛൻ അമ്മമാർ മക്കൾക്ക് ദൈവം. ഭാരതിയെ ഇവിടെ ചൂണ്ടിപ്പറയുന്നത് ലോകത്തിൽ അറിവ് ഉള്ളവർ, എഴുത്തറിവ്, പഠിപ്പറിവ് പഠിച്ചവരാരും അറിവ് ഉള്ളവരല്ല. പഠിക്കാത്തവർ ആരും അറിവ് കുറഞ്ഞവர்களுം അല്ല. ലോകത്തിൻ്റെ മുന്നിൽ എല്ലാം ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നവർക്ക് ദൈവത്തിനോട് ചോദിച്ചിട്ടാണോ ജനിച്ചത് എന്നാൽ ഏത് തരം ഉത്തരം നൽകും നിങ്ങൾ? അറിവാണ് ദൈവം, ഇതിന് ഏക ദൈവം എന്ന് പറയുമ്പോൾ അത് അവരവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദൈവമല്ലേ? ഇതിൽ ഏത് തരം ഉത്തരം നിങ്ങളിൽ ഉണ്ടാകും? ഉറുമ്പ് ആഹാരം ശേഖരം കണ്ടു മനുഷ്യൻ അറിവ് ഇന്ന് ശാസ്ത്രലോകം വരെ എത്തി. പോക്കറ്റിൽ മൊബൈൽ. ഇത് പഠന അറിവ്, പല ജന്മശക്തികളിൻ്റെ അറിവ്, മനുഷ്യ അറിവ്. ആദി മനുഷ്യൻ്റെ അറിവിൻ്റെ തുടക്കം ഉറുമ്പ് ആഹാരം ശേഖരിക്കുന്നത് കണ്ട് ഇന്ന് വളരുന്ന വളർച്ചയും ഇനി എക്കാലമും പുറമേ കാണുന്ന വളർച്ച അത്രയും മനുഷ്യശക്തിയുടെ കഴിവ്. ഇവിടെ എവിടെയാണ് ദൈവം? ദൈവം ശക്തിയാണ് എന്ന് മനസ്സിലാക്കുവാൻ മതം പഠിച്ചവരാരും മതസംഘടനകൾ ഉൾക്കൊള്ളുകയില്ല. എന്നാൽ നിങ്ങളുടെ മക്കൾ, അങ്ങനെ വാശിപ്പിടിക്കുന്നവരുടെ മക്കൾ മതത്തിൽ മാത്രം പഠിച്ച് വിദ്യ നേടാതെ ബാക്കിയുള്ളവയെ അത്രയും പണം സമ്പാദിക്കുന്നത് ഏത് തരത്തിൽ? നിങ്ങളുടെ മനസ്സല്ലേ. അവിടെ എവിടെയാണ് ദൈവം? നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികൾ ദൈവം ശക്തിയാണ്. അത് നിങ്ങളുടെ ശ്വാസമാണ്. അതാണ് തുടക്കം. ഇങ്ങനെ പറയുമ്പോൾ സ്വയമേ ശരീരത്തിൽ അഷ്ടാംഗ യോഗത്തിൽ കൂടി നേടിയ അറിവിനെ ശരീരത്തിൽ പരിശീലിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ വചനമായി എഴുതിയതിനെ ശരീരത്തിൽ പൊരുൾ ആക്കുന്നവ കീർത്തനം വരികളായി എഴുതിയിരിക്കുന്നത്. ഇതിൽ ഞാൻ എന്നിൽ കണ്ടു എന്ന് പറയുന്നത് ദൈവ അറിവ്, പൂരണമാകുന്ന വിദ്യ. ഇങ്ങനെ പറയുന്നതിൽ ഏത് തരത്തിൽ നിങ്ങളുടെ അറിവ്? പുരാണങ്ങൾ എന്നാൽ പണ്ഡിതന്മാർ വചനമായി എഴുതിയത്. പുരാണത്തിനെ പൂരണമാക്കുന്നത് ശരീരപൂരണം കണ്ട്. എന്നാൽ മലയാളത്തിൽ ശിവപുരാണം എന്നതിൽ നാരായണ ഗുരു മാത്രം
ശനി പ്രദോഷ മഹാത്മ്യം എന്നതിന് പൂരണ എഴുത്ത്. ശിവപുരാണ വചനത്തിനെ ദാർശനിക കൃതികളാക്കി അത് ആത്മോപദേശമാക്കുന്നത്. തമിഴിൽ അങ്ങനെയല്ല. അനേകം ഉണ്ട്. 49,000 മൂലഗ്രന്ഥങ്ങൾ തഞ്ചാവൂരിൽ ഇന്നുമുണ്ട്. അതിൽ അനേകം പുരാണങ്ങളെ പൂരണമാക്കിയത്. പൂരണത്തിനെ പുരാണം ആക്കുകയില്ല. പുരാണത്തിനെ പൂരണം ആക്കുന്നത് പുരാണം വചനമായി എഴുതി വച്ചിട്ടുള്ളത്. പൂരണമാക്കുന്നത് ഇവിടെ 2 പേര് പറയാം. ബോഗർ സിദ്ധർ, പതഞ്ജലി സിദ്ധർ. തമിഴിൽ പഴയ ഗ്രന്ഥങ്ങളിൽ അനേകം തേടിയ തിരുമൂല, മാണിക്യവാചകർ, 63 നായന്മാരുടെ ഗ്രന്ഥങ്ങൾ, 18 സിദ്ധന്മാരുടേത്. അവകളിൽ ഒന്നും കണ്ടു വന്നു പോയി എന്നല്ല പറയുന്നത്. ഞാൻ കണ്ടു, എന്നിൽ ഉള്ളവ എന്നിൽ അളന്തുന്നത് എന്നൊക്കെ പറയുന്നത്. ഇതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് ഇന്ന് ആ വഴിയിൽ ഉള്ളവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഇന്നത്തെ പഠിത്താറുകൾ മതപഠനം വ്യക്തിപരമായി ഒരു സമൂഹം പഠിപ്പിക്കുന്നത് അത് മറ്റുള്ളവകളിൽ ഇല്ല. കാരണം അവർക്ക് അറിയാം യഥാർത്ഥ പഠനം കഴിവ് പണ്ട് ഉള്ള നാരായണ ഗുരുകാല അക്ഷരധ്വനി അഭ്യാസം. അത് അറിഞ്ഞാലേ ഇതിൻ്റെ വഴികളെ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ.